ഇൻചാർജ് അതുപോലെ തന്നെ റിസപ്ഷനിലുള്ള ആളുകൾ അവർക്കുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ പുതുതായിട്ട് പിന്നെ ഫാമിലി ഹെൽത്ത് കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ കാർഡ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എന്നാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. ഇതാണ് ഫാമിലി ഹെൽത്ത് കാർഡിന്റെ ഡിജിറ്റൽ രൂപം. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ പിന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, അതായത് ജനറൽ പേഷ്യന്റ്, നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലൂടെ വരുന്ന ജനറൽ പേഷ്യന്റ്, അതേപോലെ തന്നെ ഓർത്തോ പേഷ്യന്റ്, ഓക്കെ, അവിടുന്ന് ഇഷ്യൂ ചെയ്യുന്ന എല്ലാവർക്കും ഡിജിറ്റലി ഈ കാർഡ് കൊടുക്കുക എന്നാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ ഡിജിറ്റലി നമ്മൾ ഇതുവരെ എല്ലാ കാർഡിലും കൊടുത്തിട്ട് ഓരോരുത്തർ വരും, അപ്പൊ അവർക്ക് അവരുടെ ലിസ്റ്റ് എടുക്കും, ലിസ്റ്റ് എടുത്തിട്ട് ഈ കാർഡ് പ്രൊവൈഡ് ചെയ്യും, റൈറ്റ്? അതുപോലെയല്ല, ഇത് ഡിജിറ്റൽ കാർഡാണ് കൊടുക്കുക. ഒരു പേഷ്യന്റ് നിങ്ങളുടെ അടുത്ത് വന്ന് രജിസ്റ്റർ ചെയ്തു, ഡോക്ടർക്ക് ടോക്കൺ ബുക്ക് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യണം? ഈ കാർഡ് അവരുടെ വാട്സാപ്പിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കണം. ഈ കാർഡ് കൊണ്ട് അവർക്ക് കിട്ടുന്ന ഗുണം, അവർക്ക് പിന്നെ രണ്ട് കാര്യങ്ങളുള്ളൂ. ഒന്ന്, അവരുടെ മെഡിക്കൽ റെക്കോർഡ്സ് എപ്പോ വന്നാലും ആ നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ ഫോണിൽ ഉണ്ടാവുമല്ലോ, ആ ഹോസ്പിറ്റൽ ID പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് റിട്രീവ് ചെയ്യാൻ വേണ്ടി പറ്റും. അവരുടെ ഡോക്യുമെന്റ്സ് ഇവിടെ അവൈലബിൾ ആവും. രണ്ട്, പീരിയോഡിക്കലി അവരുടെ ഹെൽത്ത് ചെക്കപ്പ് ക്യാമ്പുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇവർക്ക് വേണ്ടി മാത്രമായിട്ട് ഹെൽത്ത് ചെക്കപ്പ് ക്യാമ്പുകൾ ഇവർക്ക് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. ഒരു 3 മന്തിൽ എന്തായാലും ഒന്ന് എന്നുള്ള നിലക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അവർക്കൊരു പ്രിവിലേജ്, ഒരു പ്രത്യേക പ്രിവിലേജ്, നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള പ്രിവിലേജ് അവർക്ക് കിട്ടുകയും ചെയ്യും. ഈ രണ്ട് കാര്യങ്ങളാണ് ഈ പിന്നെ ഫാമിലി ഹെൽത്ത് കാർഡ് കൊണ്ട് ഒരു പേഷ്യന്റിന് ഉണ്ടാവുന്ന ഗുണം. ഓക്കെ, ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ ഈ ഒരു പിന്നെ കാർഡ് ഒരു പേഷ്യന്റിന് കൊടുക്കും, അതിന്റെ ഒരു SOP ആണ്. ഓക്കെ, ഒരു പേഷ്യന്റ് വന്നു, നിങ്ങൾക്ക് പിന്നെ അയാളുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞു, പേയ്മെന്റ് ഒക്കെ വാങ്ങിച്ചു, അയാളുടെ പിന്നെ ഹോസ്പിറ്റൽ ID നമുക്ക് കിട്ടി, റൈറ്റ്? അതായത് വാട്സപ്പ് നമ്പർ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ സിസ്റ്റത്തിൽ, നമ്മുടെ ഈ ഡെസ്ക്ടോപ്പിൽ ഇങ്ങനെ ഒരു ഫോൾഡർ ഉണ്ടാവും. ഫാമിലി ഹെൽത്ത് കാർഡ് എന്നുള്ള ഫോൾഡറും പിന്നെ ഒരു ഫാമിലി ഹെൽത്ത് കാർഡിന്റെ ഡിജിറ്റൽ കോപ്പിയും ഉണ്ടാവും ഓൾവേസ് നിങ്ങളുടെ പിന്നെ റിസപ്ഷനിലെ സിസ്റ്റത്തിൽ. അപ്പോ ഈ ഫാമിലി ഹെൽത്ത് കാർഡിന്റെ ഈ ഡിജിറ്റൽ കോപ്പി ഉണ്ടല്ലോ, ഇത് ഓപ്പൺ വിത്ത് എന്ന് പറഞ്ഞിട്ട് പെയിന്റ് എന്ന് കൊടുക്കുക. അതായത് ഈ കാർഡിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഡ്രോപ്പ് ഡൗൺ വരും. അതിൽ നിന്ന് ഓപ്പൺ വിത്ത് പെയിന്റ് കൊടുക്കുക. ക്ലിയർ? ഓപ്പൺ വിത്ത് പെയിന്റ് കൊടുത്താൽ പെയിന്റിൽ ഓപ്പൺ ആയിട്ട് വരും. നമ്മൾ പെയിന്റ് ഒക്കെ എല്ലാവരും, ഒരു മിനിമം ആളുകൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പെയിന്റ് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന്. ഇതാണ് നമ്മൾ പണ്ട് ഏറ്റവും ആദ്യം കമ്പ്യൂട്ടർ പഠിക്കുന്നതാണ്. ഓക്കെ, ഒന്നുകിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം, ഞാനൊന്ന് ക്ലോസ് ചെയ്യാം. ഒന്നുകിൽ ഇവിടുന്ന് റൈറ്റ് ബട്ടൺ അടിച്ചിട്ട് ഓപ്പൺ വിത്ത് പെയിന്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ നോർമലി നമുക്ക് പെയിന്റ് ഓപ്പൺ ചെയ്യാം. പെയിന്റ് ഓപ്പൺ ചെയ്തു. പെയിന്റ് ഓപ്പൺ ചെയ്തിട്ട് ഫയലില് ഓപ്പൺ എന്ന് കൊടുക്കുക. അതിന്റെ പാത്ത് കാണിച്ചു കൊടുക്കുക, എവിടെയാണെന്നുള്ളത്. നമ്മുടെ ഡെസ്ക്ടോപ്പിലാണല്ലോ അല്ലെ? ഡെസ്ക്ടോപ്പിൽ ഫാമിലി ഹെൽത്ത് കാർഡ് FHC എന്ന് പറഞ്ഞിട്ടൊരു കാർഡ്, ഡെമോ കാർഡ് അതിൽ കിടക്കുന്നുണ്ടാവും. ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ആയി വന്നു. ഓക്കെ, ഈ ഹോസ്പിറ്റൽ ID എന്നുള്ള ഭാഗത്താണ് നമുക്ക് ആ പേഷ്യന്റിന്റെ ഹോസ്പിറ്റൽ ID കൊടുക്കേണ്ടത്. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ കൊടുത്ത പേഷ്യന്റിന്റെ ഹോസ്പിറ്റൽ ID 1021 എന്നാണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ പെയിന്റ് ഓപ്പൺ ചെയ്തു, ടെക്സ്റ്റ് ആഡ് ചെയ്യുക. ഈ ഒരു ബട്ടണിലെ അതിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യുക. ഇവിടെ കൊടുന്ന് പോയിന്റർ വെക്കുക, മൗസ് പോയിന്റർ ഒന്ന് ബുക്ക് കൊടുത്താൽ ഒന്ന് കൃത്യമാവും. ഓക്കെ, അപ്പൊ 1021 ഈ അതിന്റെ ടെക്സ്റ്റ് ഇങ്ങനെയാണ് വരിക. അല്ല, നമുക്ക് അതിന്റെ ടെക്സ്റ്റ് മാറ്റണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ ബോൾഡ് ആക്കാം, വേണമെങ്കിൽ ഒന്ന് വലിയ അക്ഷരവും ആക്കാം. ഓക്കെ, ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തു, 1021 എന്നടിച്ചു. ഒന്ന് പുറത്ത് ക്ലിക്ക് ചെയ്താൽ ഓക്കെ ആയി. ഇതിൽ ഫയലിൽ പോയിട്ട് സേവ് ആസ് എന്ന് കൊടുക്കുക. സേവ് ആസ് JPEG പിക്ചർ. സേവ് ആസ് JPEG പിക്ചർ കൊടുക്കുക. എന്നിട്ട് അത് സേവ് ചെയ്യുമ്പോൾ നമ്മുടെ ഫാമിലി ഹെൽത്ത് കാർഡിന്റെ ഒരു ഫോൾഡർ ഉണ്ടല്ലോ നമ്മുടെ ഡെസ്ക്ടോപ്പില്,
അതിനുള്ളിലേക്ക് സേവ് ചെയ്യുക. സേവ് ചെയ്യുമ്പോൾ ഈ ഹോസ്പിറ്റൽ ID തന്നെ അതിന്റെ പേരായിട്ട് കൊടുക്കുക. 1021 എന്ന് പേരായിട്ട് കൊടുക്കുക. സേവ്. ക്ലിയർ? ഇത്രേ പണിയുള്ളൂ. ഇനി നമ്മൾ ആ പേഷ്യന്റിന് സാധാരണ നമ്മൾ വാട്സപ്പ് എല്ലാം ചെയ്യുന്നില്ലേ, അതേപോലെ ആ പേഷ്യന്റിന് അവരുടെ കാർഡ് 1021 എന്നുള്ള കാർഡ് അയച്ചു കൊടുക്കുക. ഇത്രയാണ് ഇതിന്റെ ക്രിയേഷൻ. വാട്സാപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് അയക്കുക എന്നുള്ള സിസ്റ്റത്തിൽ നിന്ന്. പക്ഷെ ഇതിന്റെ എങ്ങനെയാണ് ഒരു ഡിജിറ്റൽ കാർഡ് അതിൽ നമ്മളുടെ പിന്നെ അയാളുടെ ഐ ഡി ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നതെന്നും അത് എവിടെ ഏത് പിന്നെ ഫോൾഡറിലാണ് സേവ് ചെയ്യേണ്ടതെന്നാണ് ഇതിലൂടെ പറഞ്ഞത്. വൺസ് സേവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അയാൾക്ക് ഡിജിറ്റൽ കാർഡ് വിത്ത് നമ്മളുടെ ഒരു ടെക്സ്റ്റ് ഉണ്ടാവും, അതുകൂടി വാട്സാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഡിജിറ്റൽ കാർഡിന്റെ ഇംപ്ലിമെന്റേഷൻ മെത്തേഡ്.